മൂന്നാം മോദി മന്ത്രിസഭയിൽ ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിയാകും. പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിൽ ജോർജ് കുര്യനും പങ്കെടുത്തു. സുരേഷ് ഗോപിക്കൊപ്പം കേരളത്തിന്റെ രണ്ടാമത് മന്ത്രിയാണ് ജോർജ് കുര്യൻ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് രുചീഷ് രവീന്ദ്രനുണ്ട് നമുക്കൊപ്പം. രുചീഷ്, രാവിലെ മുതൽ തന്നെ ഒരു അഭ്യൂഹം നിലനിന്നിരുന്നു. സുരേഷ് ഗോപി മാത്രമല്ല, മറ്റൊരാൾ കൂടി കേരളത്തിൽ നിന്ന് മന്ത്രിയാകും എന്നുള്ള തരത്തിൽ. ഇപ്പോൾ ജോർജ് കുര്യൻ എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഘട്ടമാണോ? ലക്ഷ്മി, അത് തന്നെയാണ്. ജോർജ് കുര്യൻ രണ്ടാമത്തെ മന്ത്രി. കേരളത്തിന് വലിയ പ്രാധാന്യമാണ് ഇത്തവണ ഈ മൂന്നാം മോദി സർക്കാരിൽ ഉണ്ടാകുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ തവണയും രണ്ട് മന്ത്രിമാർ, രാജീവ് ചന്ദ്രശേഖരനെയും മലയാളിയായി പരിഗണിച്ചാൽ രണ്ട് മന്ത്രിമാർ കേരളത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ പ്രാധാന്യം സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് തന്നെ കൂടുതൽ പ്രാധാന്യം കേരളത്തിന് നൽകണം എന്നതാണ് ഇപ്പോൾ കേന്ദ്രത്തിലെ BJP നേതാക്കളും ആ യോഗത്തിന് ശേഷം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ജോർജ് കുര്യനെ പരിഗണിച്ചത്. രണ്ടാമതൊരു മന്ത്രിയെ കൂടി പരിഗണിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെയും വി മുരളീധരന്റെയും പേരുകൾക്ക് തന്നെയാണ് പ്രാധാന്യമുണ്ടായതെങ്കിൽ കൂടി പിന്നീട് അത് ജോർജ് കുര്യനിലേക്ക് എത്തുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകുന്ന തരത്തിൽ ഈ മന്ത്രിസഭയിൽ ഒരു പ്രാധാന്യം നൽകണം എന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ്. നമുക്കറിയാം, നേരത്തെ മണിപ്പൂരിലൊക്കെയുള്ള മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചകളും ഈ NDA സർക്കാരിനെതിരെ വലിയ തരത്തിൽ ഒരു വികാരമൊക്കെ ഉള്ള സമയത്ത് പോലും നമ്മൾ ചാനൽ ചർച്ചകളിലും മറ്റുമൊക്കെ ജോർജ് കുര്യനെ ആണ് അതിന് പ്രതിരോധിക്കാനായി മുന്നിൽ നിന്ന് കണ്ടത്. വളരെ കാലങ്ങളായി ഈ BJPയുടെ സംസ്ഥാനത്ത് തന്നെ ന്യൂനപക്ഷ മുഖമായി നിൽക്കുന്ന ഒരു നേതാവാണ് ജോർജ് കുര്യൻ. വർഷങ്ങളായി നേരത്തെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അതോടൊപ്പം ദേശീയ ഉപാധ്യക്ഷൻ തുടങ്ങിയ പദവികളൊക്കെ വഹിച്ച ആളാണ്. ന്യൂനപക്ഷ കമ്മീഷന്റെ ഭാഗമായി കേരളത്തിനൊരു പ്രാതിനിധ്യം മുൻപ് ആദ്യമായി പരിഗണിച്ചപ്പോൾ പോലും ആദ്യഘട്ടത്തിൽ പേര് വന്ന നേതാവ് ജോർജ് കുര്യനാണ്. ജോർജ് കുര്യൻ വൈസ് ചെയർമാനായി, ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായി പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ കേരളത്തിലെ ന്യൂനപക്ഷ മുഖമായി, BJPയുടെ ന്യൂനപക്ഷ മുഖമായി എക്കാലവും ഉയർത്തിക്കാണിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ജോർജ് കുര്യൻ. അങ്ങനെ ഒരു നേതാവിനെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പലതരത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വിജയത്തിന് ശേഷം നരേന്ദ്രമോദിയുടെ പ്രസംഗം ഈ NDA യോഗത്തിൽ കണ്ടു. അതിൽ നരേന്ദ്രമോദി എടുത്തു പറഞ്ഞ ചില പരാമർശങ്ങളുണ്ട്. അതായത് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഗോവയിൽ, അതോടൊപ്പം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോലും BJPക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്ന് എടുത്തു പറഞ്ഞ് നരേന്ദ്രമോദിയുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം സുരേഷ് ഗോപി വിജയിച്ച സ്ഥലം തൃശൂരിലെ ക്രിസ്ത്യൻ വോട്ടുകൾ വ്യാപകമായി തന്നെ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സഭകളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ BJP നേതാക്കൾക്ക് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ടതാണ്. അതിന് BJPയും ഈ സഭകളുമായുള്ള ഒരു പാലമായി പ്രവർത്തിച്ച ഒരു നേതാവാണ് ജോർജ് കുര്യൻ. പല സാഹചര്യത്തിലും ഈ മണിപ്പൂർ കലാപത്തിന് ശേഷം ഈ സഭാ നേതൃത്വമൊക്കെ ദേശീയ നേതാക്കളെ BJP നേതാക്കളെ കാണാൻ പോകുമ്പോഴൊക്കെ അതിനൊരു പാലമായി പ്രവർത്തിച്ച ഒരു നേതാവ് കൂടിയാണ് ജോർജ് കുര്യൻ. എക്കാലവും സഭയും BJP പാർട്ടിയും തമ്മിലുള്ള ഒരു ഇടയിൽ ഏറ്റവും കൃത്യമായി ഇടപെട്ട ഒരു നേതാവാണ്. അങ്ങനെ വർഷങ്ങളായി നേരത്തെ വിദ്യാർത്ഥി മോർച്ചയിലൂടെയൊക്കെ നേതൃത്വത്തിലേക്ക് കടന്നു വന്ന ഒരു നേതാവ്, ദേശീയ തലത്തിൽ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായി എല്ലാ തരത്തിലും ചർച്ചകൾക്ക് BJPക്ക് എപ്പോഴും മുഖമായി നിൽക്കുന്ന ഒരു നേതാവ്. അങ്ങനെ ഒരു നേതാവിനെ തന്നെ കേരളത്തിന്റെ ഒരു പ്രതിനിധിയായി, രണ്ടാമത്തെ ഒരു മന്ത്രിയായി നൽകുമ്പോൾ കേരളത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഇപ്പോൾ ഈ ജോർജ് കുര്യന് ന്യൂനപക്ഷ വകുപ്പ് സഹമന്ത്രി സ്ഥാനം എന്ന സൂചന കൂടി പുറത്തു വരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായി പോലും പ്രവർത്തിച്ച പരിചയമുള്ള ജോർജ് കുര്യനെ ആ വകുപ്പ് തന്നെ കിട്ടാനുള്ള ഒരു സാധ്യത തീർച്ചയായും അത് അങ്ങനെ തന്നെ കരുതണം. പക്ഷെ ഇപ്പോഴും ആ ഒരു ഉറപ്പ് നമുക്ക് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിയില്ലെങ്കിൽ കൂടി ആ വകുപ്പ് നൽകിയേക്കും. സഹമന്ത്രി സ്ഥാനം തന്നെയാണ് നൽകാൻ സാധ്യത. സുരേഷ് ഗോപിക്ക് തന്നെ ക്യാബിനറ്റ് കിട്ടുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പ് ലഭിച്ചിട്ടില്ല. പക്ഷെ ഒരു സ്വതന്ത്ര ചുമതലയെങ്കിലും സുരേഷ് ഗോപിക്ക് ലഭിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു സ്വതന്ത്ര മന്ത്രാലയമായെങ്കിലും സുരേഷ് ഗോപിക്ക് ലഭിക്കും. എന്തായാലും രണ്ട് മന്ത്രിമാർ കേരളത്തിന് ലഭിക്കുമ്പോൾ കേരളത്തിന് BJP സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന ഒരു ബോധ്യം ജനങ്ങളിൽ ഉണ്ടാക്കുക, അടുത്ത ഘട്ടത്തിൽ കൂടുതൽ മുന്നേറ്റത്തിന് അത് സഹായമാക്കുക എന്ന തീരുമാനമാണ് BJPക്ക് ഈ പിന്നിൽ. എന്തായാലും രാവിലെ ജോർജ് കുര്യൻ കേരള ഹൗസിൽ എത്തിയപ്പോൾ തന്നെ ഈ ഒരു വാർത്ത നേരിട്ട് കേന്ദ്ര നേതാക്കൾ സംസാരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ മന്ത്രിയാകാനുള്ള ഒരു സാധ്യതയുള്ള ഒരു വാർത്ത എന്ന് പറയുന്നുണ്ടായിരുന്നു. 11 മണിയോടെ ജോർജ് കുര്യൻ ഇവിടെ നിന്ന്
കേരള ഹൗസിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോകുമ്പോഴും ചോദിച്ചപ്പോൾ ആ രഹസ്യം സൂക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായി. അതിനിടയിൽ ഒരിക്കൽ പോലും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അഭ്യൂഹങ്ങൾ പലതരത്തിൽ നേതാക്കൾ സുരേഷ് ഗോപിയുടെ പേര് ഉൾപ്പെടെ പറഞ്ഞു കേൾക്കുമ്പോൾ പോലും ജോർജ് കുര്യന്റെ പേര് ഒരിക്കൽ പോലും നമ്മൾക്ക് ഇടയിലേക്ക് വരാത്ത തരത്തിൽ ആ രഹസ്യം സൂക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിൽ പിന്നിൽ നിരയിൽ ജോർജ് കുര്യൻ ഇരിക്കുമ്പോഴാണ് ഈ ഒരു മന്ത്രി പദത്തിലേക്ക് അദ്ദേഹം പോകുന്ന കാര്യം പൊതുവിൽ അറിയുന്നത്. അദ്ദേഹം കേരള ഹൗസിൽ നിൽക്കുമ്പോഴും ഒരു അഭ്യൂഹം ഇങ്ങനെ പരക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടി നൽകാൻ തയ്യാറാകാതെ നേതാക്കളെ കാണാൻ പോകുന്നു എന്ന് മാത്രം പറഞ്ഞാണ് ഇവിടുന്ന് ഇറങ്ങിയത്. എന്തായാലും കേരളത്തിന് രണ്ടാമത്തെ ഒരു മന്ത്രി കൂടി ലഭിക്കുന്നു എന്നുള്ളത് തീർച്ചയായും കേരളത്തെ BJP സർക്കാർ, ഈ മൂന്നാം NDA സർക്കാർ കാര്യമായി പരിഗണിക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ്. തീർച്ചയായും രുചീഷ്, അത് തന്നെയാണ്. കേരളത്തെ വലിയ കാര്യമായി തന്നെ BJP പരിഗണിക്കുന്നുണ്ട്. ഓപ്പറേഷൻ താമരയുടെ ഭാഗമായി കേരളത്തിൽ ആദ്യം ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് അത് സുരേഷ് ഗോപിക്കായിരുന്നു. ഇപ്പോൾ ജോർജ് കുര്യനും ന്യൂനപക്ഷ വകുപ്പ് സഹമന്ത്രി സ്ഥാനം ലഭിച്ചേക്കും എന്ന സൂചനകൾ പുറത്തുവരുന്നു. അങ്ങനെ കേരളത്തിൽ നിന്നും 2 കേന്ദ്രമന്ത്രിമാർ പോവുകയാണ്. NDA സർക്കാരിന്റെ ഭാഗമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഇവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ. സുരേഷ് ഗോപിക്കൊപ്പം കേരളത്തിൽ നിന്ന് മറ്റൊരു മന്ത്രി കൂടി വരുന്നു. കേന്ദ്ര സഹമന്ത്രി, ന്യൂനപക്ഷ സഹമന്ത്രിയായി തന്നെ ജോർജ് കുര്യന് സ്ഥാനം ലഭിച്ചേക്കുമെന്ന വിവരങ്ങൾ വരികയാണ്. രുചീഷ് രവീന്ദ്രൻ തുടരുന്നു നമുക്കൊപ്പം. രുചീഷ്, ഇനിയിപ്പോൾ ഈ പട്ടിക കൈമാറിയിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇനി വേണ്ടത്. ആരൊക്കെ, എത്ര മന്ത്രിമാർ? നേരത്തെ ഒരു 30 മന്ത്രിമാരെങ്കിൽ കുറച്ച് മുന്നേ വരെ 36 പേരടങ്ങുന്ന ഒരു പട്ടിക കൈമാറിയതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ ഘടകകക്ഷി മന്ത്രിമാർ 10 പേർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന വിവരങ്ങൾ വന്നിരുന്നു. ഇതൊക്കെ സ്ഥിരീകരിക്കാൻ തക്കവണ്ണം ഉള്ള വിവരങ്ങളാണോ? ഈ പട്ടിക കൈമാറിയിട്ടുണ്ടോ? ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 40ഓളം ആളുകളാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി ഈ യോഗത്തിൽ പങ്കെടുത്തത്. കൂടാതെ ഒരു 10ഓളം പേർ ഘടകകക്ഷികളുടെ ഭാഗമായും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ യോഗത്തിൽ പങ്കെടുക്കുന്നത് മന്ത്രിമാരാകാൻ പോകുന്ന നിയുക്ത മന്ത്രിമാരോട് പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ യോഗം വിളിച്ചു ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 30 തുടക്കത്തിൽ പറഞ്ഞെങ്കിൽ കൂടി ഒരു 40ഓളം മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാനാണ് സാധ്യത. അതിൽ BJPയുടെ ഭാഗമായുള്ള നേതാക്കളിൽ പലരും നമ്മൾ നേരത്തെ കണ്ട് പരിചയിച്ച ആളുകൾ. കൂടുതൽ സർപ്രൈസുകൾക്ക് BJPയുടെ പട്ടികയിൽ സ്ഥാനമില്ല എന്ന് തന്നെ കരുതണം. കാരണം വളരെ മുതിർന്ന നേതാക്കളെ ആരെയും അങ്ങനെ കാര്യമായി ഒഴിവാക്കുന്ന തരത്തിലല്ല ഇന്നത്തെ യോഗം നടന്നത്. പ്രത്യേകിച്ച് JP നദ്ദ, രാജ്നാഥ് സിംഗ്, അതോടൊപ്പം നിതിൻ ഗഡ്കരിയൊക്കെ പ്രത്യേകിച്ച് RSSുമായി വലിയ ബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹം നാഗ്പൂരിൽ RSSന്റെ കാര്യാലയം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂരിലെ MP ആണ്. അങ്ങനെയുള്ള ആളുകളെ, പ്രത്യേകിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ തന്നെ ഇരിക്കുന്നത് കാണാമായിരുന്നു. അങ്ങനെയുള്ള മുതിർന്ന നേതാക്കളെ നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു സർക്കാർ തന്നെയാണ് ഈ മൂന്നാം മോദി സർക്കാരും വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 RSSുമായി വളരെ ബന്ധമുള്ള 2 നേതാക്കൾ, ശിവരാജ് സിംഗ് ചൗഹാനും അതോടൊപ്പം മനോഹർലാൽ ഖട്ടാറും ഈ തവണ ലോക്സഭയിലേക്ക് ജയിച്ച് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ശിവരാജ് സിംഗ് ചൗഹാന് വലിയ ഒരു സ്ഥാനം തന്നെ സർക്കാരിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ BJPക്ക് ഗുണം ചെയ്തത് മധ്യപ്രദേശിലെ 29 സീറ്റുകളാണ്. ഒരു സീറ്റിൽ പോലും കൈവിടാതെ മുഴുവൻ സീറ്റ് ജയിച്ചു എന്ന് മാത്രമല്ല, ശിവരാജ് സിംഗ് ചൗഹാന്റെ ജനപ്രിയത കാണിച്ചു തരുന്ന തരത്തിലായിരുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം. 8 ലക്ഷത്തിലധികം വോട്ടിനാണ് ശിവരാജ് സിംഗ് ചൗഹാൻ വിദിഷയിൽ നിന്ന് ജയിച്ചത്. അങ്ങനെയുള്ള ഒരു നേതാവിനെ, പ്രത്യേകിച്ച് നേരത്തെ നരേന്ദ്രമോദിയെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന തരത്തിൽ ഒരു വിഭാഗത്തിന് നേരത്തെ തർക്കമുണ്ടായപ്പോൾ ഉന്നയിച്ച പേരുകളിൽ ഒന്ന് ശിവരാജ് സിംഗ് ചൗഹാന്റേതാണ്. ആ തരത്തിൽ നരേന്ദ്രമോദിക്കൊപ്പം വയ്ക്കാൻ പറ്റുന്ന ഒരു നേതാവ് എന്ന തരത്തിൽ ഉയർന്നു കേൾക്കുന്ന പേരാണ് ശിവരാജ് സിംഗ് ചൗഹാന്റേത്. തീർച്ചയായും ശിവരാജ് സിംഗ് ചൗഹാൻ ഇന്ന് വളരെ നിർണായകമായ ഒരു വകുപ്പിൽ തന്നെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. മനോഹർലാൽ ഖട്ടാറും സമ്മാനമാണ്. നരേന്ദ്രമോദിയോട് വളരെ അടുപ്പമുള്ള ഒരു നേതാവ് എന്ന് മാത്രമല്ല, ഹരിയാനയിൽ BJPക്ക് വലിയ മുൻതൂക്കം ഉണ്ടാക്കാൻ സഹായിച്ച ഒരു നേതാവാണ്. RSSൽ നിന്ന് വളർന്നു വന്ന നേതാവാണ്. RSSന്റെ വളരെ പ്രധാനപ്പെട്ട പദവികളൊക്കെ വഹിച്ച നേതാവാണ്. പിന്നീടാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹരിയാനയിൽ വരുന്നത്. അതുകൊണ്ട് മനോഹർലാൽ ഖട്ടാറും ഈ തവണ മന്ത്രിസഭയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യും എന്ന് കരുതുന്നു. അങ്ങനെ
പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന BJP നേതാക്കളൊക്കെ നമ്മൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന അത്തരം സർപ്രൈസുകൾ ആയ ഒരു മുഖങ്ങളല്ല. ശരി രുചീഷ്, ഞാൻ രുചീഷിലേക്ക് വീണ്ടും മടങ്ങി വരാം. അതിനു മുൻപ് ആതിരയിലേക്ക് കൂടി പോവുകയാണ്. ആതിര സരസ്വത് ചേരുന്നുണ്ട് നമുക്കിപ്പം. ആതിര, ഈ രാവിലെ മുതൽ ആതിര തിരക്കിലായിരുന്നു. കാരണം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും എന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ തന്നെയായിരുന്നു രാവിലെ മുതൽ ആതിര ആ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കുകയും ചെയ്തു നമ്മൾ. ഇപ്പോൾ പുറത്ത് മറ്റൊരു വാർത്ത കൂടി വരുന്നു. അത് സുരേഷ് ഗോപി മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കൂടി കേന്ദ്രമന്ത്രിയാകും എന്നുള്ള വിവരം. എന്തായാലും കേരളത്തിന് 2 കേന്ദ്രമന്ത്രിമാരെ ലഭിക്കുകയാണ്. എന്തായാലും ജോർജ് കുര്യനും മന്ത്രിസഭയിലേക്ക് ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. എന്തായാലും ന്യൂനപക്ഷ സഹമന്ത്രിയായിട്ടായിരിക്കും അദ്ദേഹം വരിക എന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന സൂചന. എന്തായാലും കേരളത്തിലെ 2 മന്ത്രിമാരെ ലഭിക്കുമ്പോൾ തെക്കൻ ദക്ഷിണേന്ത്യയിൽ തന്നെ ഒരു ആധിപത്യം ഉറപ്പിക്കാൻ BJPക്ക് കഴിയും എന്നുള്ളതിന്റെ സാധ്യതയും തള്ളിക്കളയാനാവുകയില്ല. എന്തായാലും നമ്മൾ കാത്തിരുന്നത് പോലെ തന്നെ സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. സേതുലക്ഷ്മി. ഓക്കെ ആതിര, ഈ സംസ്ഥാന നേതാക്കൾ ആരെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു പ്രതികരണം അതിന് മുതിർന്നിട്ടുണ്ടോ? നിലവിൽ പരസ്യമായ ഒരു പ്രതികരണത്തിന് സംസ്ഥാന നേതാക്കളൊന്നും തയ്യാറായിട്ടില്ല. എങ്കിൽ തന്നെയും വ്യക്തിപരമായി ചില സംസ്ഥാന നേതാക്കളോട് നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവർ വ്യക്തിപരമായി തന്നെ ഇതിനുള്ള സൂചനകൾ തന്നിട്ടുണ്ട്. നിലവിൽ കേരള സംസ്ഥാനത്തിന്റെ ചുമതലയിലിരിക്കുന്ന BJP നേതാക്കൾ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ജോർജ് കുര്യൻ മന്ത്രിയാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് അത്തരമൊരു സൂചന അറിവ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പരസ്യ പ്രതികരണത്തിന് ആരും തയ്യാറായിട്ടില്ല. കാരണം എല്ലാവരും സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലാണ്. ശരി ശരി ആതിര, വ്യക്തമാണ്. അങ്ങനെ സുരേഷ് ഗോപിക്കൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് മറ്റൊരാൾ കൂടി, മറ്റൊരു കേന്ദ്രമന്ത്രി കൂടി ലഭിക്കുന്നു. ജോർജ് കുര്യൻ ന്യൂനപക്ഷ വകുപ്പ് സഹമന്ത്രി എന്നുള്ളൊരു സൂചന കൂടി പുറത്തു വരുന്നു. രുചീഷ് രവീന്ദ്രൻ തുടരുന്നുണ്ട്. രുചീഷിലേക്ക്. രുചീഷ്, ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ പട്ടിക കൈമാറിയിട്ടില്ല, പക്ഷേ കേന്ദ്രമന്ത്രിമാരുടെ കാര്യത്തിൽ ഏകദേശ ഒരു ധാരണയിലേക്കൊക്കെ എത്തിയിരിക്കുന്നു കാര്യങ്ങളൊക്കെ. കേരളത്തിന്റെ കാര്യത്തിലും നമുക്കൊരു ധാരണ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ അധികം സമയവുമില്ല, 2:30 മണിയായി. ഇനി അധികം സമയം ഇല്ല, കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിൽ അധികം സമയമില്ല. ഇനിയിപ്പോൾ അറിയേണ്ട ഒരു കാര്യം, BJP അധ്യക്ഷൻ ആരാകും എന്നുള്ളൊരു ചർച്ചയാണ്. കാരണം JP നദ്ദ മന്ത്രിസഭയിലേക്ക് വരുന്നു എന്ന് രാവിലെ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ തന്നെ അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. പക്ഷേ ഈ കേന്ദ്രമന്ത്രിമാരുടെ പുറത്തു വരുന്ന പ്രചരിക്കുന്ന പട്ടികയിലൊന്നും JP നദ്ദയുടെ പേര് കാണുന്നില്ല. മറ്റൊരു കാര്യം, നിർമ്മല സീതാരാമൻ BJP അധ്യക്ഷയാകും എന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ നിർമ്മല സീതാരാമന്റെ പേരാകട്ടെ ഈ പട്ടികയിൽ, ഈ പുറത്തു വന്നിരിക്കുന്ന ലിസ്റ്റിൽ ഉണ്ട് താനും. അപ്പോൾ ഈ BJP ദേശീയ അധ്യക്ഷൻ ആരാകും എന്നത് സംബന്ധിച്ച എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? നദ്ദ തുടരുമോ അതോ മറ്റാരെങ്കിലും നേതൃനിരയിലേക്ക് വരുമോ? BJP ദേശീയ അധ്യക്ഷന്റെ കാര്യത്തിൽ ഈ ജൂൺ വരെ നദ്ദയുടെ കാലാവധി നീട്ടി നൽകിയതാണ്. ഇനി തുടർന്ന് നീട്ടേണ്ടതില്ല എന്ന് നേരത്തെ BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിനിടയിൽ അത്തരത്തിലൊരു വാർത്ത പരന്നിരുന്നു. എന്തായാലും അതിന് തന്നെയാണ് സാധ്യത. ഈ ജൂൺ കാലാവധി കഴിഞ്ഞാൽ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാം എന്ന് തന്നെയാണ് BJP കരുതുന്നത്. നമുക്കറിയാം, BJPയുടെ ഒരു സംഘടനാ രീതി അനുസരിച്ച് ഒരുപാട് അധ്യക്ഷന്മാർ ഇടക്കാലങ്ങളിൽ വന്നു പോയി കണ്ടതാണ്. നമ്മൾക്ക് ഇത് നിതിൻ ഗഡ്കരി ആയാലും സുഷമ സ്വരാജ് ആയാലും രാജ്നാഥ് സിംഗ് ആയാലും അമിത്ഷാ ആയാലും ഇങ്ങനെ വലിയ നേതാക്കൾ പല കാലങ്ങളിൽ വന്നുപോയ ഒരു പാർട്ടിയാണ്. അത് ആ തരത്തിൽ നേതാക്കളെ വളർത്തിയെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ആ തരത്തിൽ വേണം JP നദ്ദയുടെ വരവിനെയും നമ്മൾ കാണാൻ. പുതിയൊരു നേതാവിലേക്ക് പോകാൻ BJPക്ക് അത്രയും ആലോചിക്കേണ്ടത് പോലും ഉണ്ടാവില്ല. കാരണം അവരുടെ സംഘടനാ രീതി അങ്ങനെയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ, ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വലിയ വിമർശനം BJPയുടെ സംഘടനാപരമായ വീഴ്ചയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. നേരിട്ട് അമിത്ഷായും നരേന്ദ്രമോദിയും നടത്തിയ പ്രചാരണങ്ങളും തന്ത്രങ്ങളും ഒക്കെ മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ ഭാഗമാണ് എന്നൊക്കെ വിലയിരുത്തുമ്പോൾ പോലും അത് ഈ നേതൃത്വത്തിലേക്ക് നൽകി ആ നേതൃത്വം മാറ്റി ആ തരത്തിലൊരു പ്രതിച്ഛായ സൃഷ്ടിക്കാനായിരിക്കും പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ JP നദ്ദ രാജ്യസഭാ നേതാവാക്കി JP നദ്ദയെ മാറ്റി ഇതിലൊരു മാറ്റം, പുതിയ അധ്യക്ഷനെ കൊണ്ടുവരാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ശിവരാജ് സിംഗ് ചൗഹാന്റെ പേര് അധ്യക്ഷന്റെ പേരിൽ കാര്യമായി കണ്ടെങ്കിൽ കൂടി ഈ ചായ സംസ്കാരത്തിലും അതോടൊപ്പം എന്താണെങ്കിലും വ്യക്തമാണ്.
മോദി സർക്കാർ ഇന്ന് മൂന്നാം മോദി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോകുന്നു. അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. കേന്ദ്രമന്ത്രിമാർ ആരൊക്കെ മോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും എന്നുള്ളൊരു കാര്യത്തിൽ പുറത്ത് വലിയ വ്യക്തത വന്നിട്ടില്ല എങ്കിലും അഭ്യൂഹങ്ങൾ പല രീതിയിൽ പലതരത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഓരോ മന്ത്രിമാർക്ക് എന്ത് സ്ഥാനമാകും വഹിക്കുക എന്നുള്ളൊരു കാര്യത്തിലും ഇനി തീരുമാനമാകേണ്ടതുണ്ട്. കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാർ സുരേഷ് ഗോപിയും ഒപ്പം ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് വിവരങ്ങൾ വരുന്നു. പക്ഷേ ഇവർക്കൊക്കെ എന്ത് വകുപ്പുകൾ ലഭിക്കും എന്നത് സംബന്ധിച്ച് ജോർജ് കുര്യന് ന്യൂനപക്ഷ സഹമന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന് വിവരം വരുന്നു. പക്ഷേ സുരേഷ് ഗോപിക്ക് ഏത് ക്യാബിനറ്റ് പദവി, എങ്ങനെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്, ആ തരത്തിലുള്ള ചർച്ചകൾക്കൊക്കെ വരും മണിക്കൂറുകളിൽ ഒരു വ്യക്തത വരികയും ചെയ്യും.